ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾക്കൊരു അപരിചിതത്വം മറ്റുള്ളവരിൽ എത്തിക്കാൻ പാടില്ല. നമ്മൾ അറിയുന്നവരായിട്ട് തന്നെ, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അറിയുന്നവരായിട്ട് തന്നെ നമ്മളെ കൂടെ കൂടുക. അങ്ങനെ അതിനാണ് ഒരു സന്തോഷം. അപരിചിതത്തിൽ നിന്ന് പരിചിതത്തിലേക്ക് വരുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ അറിയാത്തവരും അറിയുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു സന്തോഷം, ഉന്മേഷം ഒക്കെയാണ്. ബെൻചേട്ടന് എപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ കേട്ടോ. ആ പോസിറ്റീവ് എനർജിയിൽ നിന്ന് മാറണ്ട. ബെന്നേട്ടൻ എണീറ്റിട്ടുള്ളൂ അല്ലേ? ബെന്നേട്ടന് ജോലി ഇല്ലേ? ജോലി എന്താണ് ബെന്നേട്ടന്റെ ജോലി എന്താണ്? നാട്ടിലെവിടെയെന്ന് പറഞ്ഞില്ലല്ലോ ബെന്നേട്ടാ. ആഹാ എന്ന് പറയുന്നുണ്ട് ഫെബിൻ. അതെ അതെ, നമുക്ക് പകർന്നു നൽകാനും നമ്മൾ അനുവർത്തിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. ഞാൻ എന്താണ് എന്നുള്ളത് അല്ലാത്തത് എനിക്ക് പറയാൻ കഴിയാറില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയട്ടെ കേട്ടോ. ഞാൻ കോട്ടയമാണ്, ടാങ്കർ ഓടിക്കുന്നു. ആഹാ, അതാരാ? ടാങ്കറാണ് ഓടിക്കുന്നത്. അപ്പോ ചെറിയ പുള്ളിയല്ലല്ലോ, വലിയ പുള്ളിയാണല്ലോ. എന്തായാലും എപ്പോഴും ശ്രദ്ധയോടെ തന്നെ, നല്ല എന്താ പറയുക അതിനൊക്കെ, ആ രീതിയിൽ റോഡാണ്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമ്മളെ ശ്രദ്ധിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് നാട്ടിൽ. അപകടങ്ങളും കാര്യങ്ങളൊക്കെ വളരെ രീതിയിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതൊന്നും ഇല്ലാതെ സേഫായിട്ട് നമ്മുടെ ഓരോ യാത്രകളും നമ്മളെ കാത്തിരിക്കുന്നവരിലേക്ക് നമ്മൾ തിരിച്ചെത്തിച്ച് സന്തോഷം നൽകാവുന്ന യാത്രകളാവട്ടെ. ഞാനും നിങ്ങളും ഒക്കെ റോഡിലൂടെ പായുന്നവരാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കാത്തിരിക്കുന്നവർക്കും ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ പൂവണിക്കാനായിട്ട് ഓടുന്ന നമ്മളെ ദൈവം എപ്പോഴും ഒരു സുരക്ഷിതത്തിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയട്ടെ, തുണക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോ യാത്രയും അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് തുടക്കം. എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ നെക്സും അന്നൊരു ഇൻസിഡന്റ് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. എവിടെ ആയാലും ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം കെയർ അല്ല, മറ്റുള്ളവരുടെയും കൂടെ കെയർ ചേർന്നതാണ് നമ്മളൊരു ഡ്രൈവ് സക്സസ് ആവുന്നത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്ര വലുതായി വരുന്നതെല്ലാം ചെറുതായി മാറട്ടെ, നമ്മുടെ ഓരോ യാത്രകളും സക്സസ് ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് എപ്പോഴും ഓരോ യാത്രയും തുടങ്ങാം. അല്ലേ ബെന്നിച്ചേട്ടൻ പോവാനായി എന്ന് തോന്നുന്നു. സത്യൻ ഗുരുവായൂർ, കൊച്ചുമോൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബെന്നിനെയാണോ വിളിക്കുന്നത്? സലീന തിരിച്ചു വന്നിട്ടുണ്ട്. എവിടെ പോയിരുന്നു എന്റെ സലീന? അതെ, നീ ചോദിച്ച വിമാനം പോയി, മുകളിലൂടെ അങ്ങ് പോയി. സെലീനക്ക് വാഴ ഇഷ്ടപ്പെട്ടോ? കുടിൽ ഇഷ്ടപ്പെട്ടോ? ഈ കുടിലിൽ, ഇതേപോലെ ഒരു കുടിലിലെ ആയിരുന്നു ഞാൻ പണ്ട് താമസിച്ചിരുന്നത് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതേപോലെ ഒരു കുടിലായിരുന്നു ഞാൻ പണ്ട് താമസിച്ചിരുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു. ഇതേപോലെ ഒരു വാഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇതേപോലൊക്കെ തന്നെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കായലല്ല, ഒരു എന്താ പറയാ, വയലിന് ഓരത്ത് ഇതേപോലെ ഒരു കുടിലും ഇതുപോലെ വാഴയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ താമസിച്ചത്. ഇന്നും ഞാൻ ആ ഒരു വയലിന്റെ വയലല്ല, ഒരു പാടം, തെങ്ങിൻ തോപ്പൊക്കെ എന്ന് പറയും. ഇന്നും ഞാൻ അതേപോലെയുള്ള ഒരു തോപ്പിന് അടുത്തൊക്കെ തന്നെയാണ് താമസം. പക്ഷെ പണ്ടത്തെ പോലെ ഇതുപോലെയുള്ള ഒരു അത്രയും ഗ്രീനറി ഇന്ന് എനിക്ക് അവിടെ കാണാൻ സാധിക്കാറില്ല. അന്നൊക്കെ ആമ്പലുകൾ നിറഞ്ഞ തോടുകളും പാടങ്ങളും, ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ആ പാടത്ത് ഓടിച്ചാടി കളിക്കുന്ന ഞങ്ങളൊക്കെ ആയിരുന്നു ഓർമ്മകൾ. അതിനിടയിൽ പച്ചപ്പ് നിറഞ്ഞ കുറെ പറമ്പും തോടുകൾ ചാടിക്കടന്നിട്ടുള്ള ഓർമ്മകളിലൂടെ ഒക്കെ കടന്നു വന്ന ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നിങ്ങളിൽ പലരും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാവാം. ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് വരുമ്പോൾ ഈ ഓർമ്മകളെ മറക്കാതെ നമ്മുടെ നെഞ്ചോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവർക്കൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. ബെൻചേട്ട, എല്ലാവരും, നമ്മളെ ഈ വോയിസ് ശ്രവിച്ച എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവരും, ഈ സാഹചര്യത്തിലൂടെ കടന്നു വന്നവരൊക്കെ നമ്മുടെ വീഡിയോക്ക് ഒരു കമന്റ് ചെയ്യട്ടോ. നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യ്, ലൈക്ക്